ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഓണമാണ് കേട്ടോ. അപ്പം ഓണം റിലേറ്റഡ് ഒരു കുട്ടി വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഇപ്രാവശ്യം ഓണം നാട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതേപോലെ വിദ്യയൊക്കെ ഉള്ളത് കൊണ്ടും അതേപോലെ നീലനുള്ളത് കൊണ്ടും നമ്മൾ വിചാരിച്ചു ഇപ്രാവശ്യം നമുക്ക് ഓണം അച്ചോപ്പയുടെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് അമ്പലത്തിലൊക്കെ പോയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി ബാക്കി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. ഫുഡ് കിട്ടിയില്ല ഗൈസ്, ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല. വീണ്ടും മൂഞ്ചി. ഞങ്ങളിനി നെക്സ്റ്റ് ഹോട്ടൽ കണ്ടുപിടിക്കട്ടെ. ഫ്രണ്ടിലൊരു ഹോട്ടൽ കാണുന്നുണ്ട്, അതിനി തുറന്നിട്ടുണ്ടോ ഇല്ലയോ നോക്കാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അച്ചോപ്പയുടെ വീട്ടിലെത്തിയിട്ടോ. ഇതാട്ടോ നീലൻ. അപ്പം നീലൻ രാവിലെ തന്നെ സീരിയസ് ആണ്. ഇവിടെ നീലൻ്റെ അമ്മ പൂക്കളം ഇട്ടേ അടങ്ങുമെന്ന് വിചാരിച്ചിട്ട് രാവിലെ കുറേ പൂവൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അതിൻ്റെ പരിപാടിയാവും നെക്സ്റ്റ്. ഒരു സ്റ്റില്ലിരുന്ന് പറക്കുകയാണ് ഗൈസ്. ഇപ്പോൾ സമയം 10:30. ഇത് UAE ടൈമിംഗ് ആണ്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 12 മണിയായിരിക്കുന്നു. 12 മണിയായിട്ട് ഞങ്ങൾ പൂപ്പിച്ചിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളവിടെ പൂക്കളത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പം അപ്പുറത്തെ അമ്മമാർ സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അതേപോലെ ഓണക്കോടി എക്സ്ചേഞ്ച് ചെയ്യും, അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു പരിപാടിയായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഹൗ ഇസ് അച്ഛൻസ് ഷർട്ട്? പറ അച്ചപ്പ, അച്ചപ്പ പറ, അച്ഛന്റെ ഷർട്ട് എങ്ങനെയുണ്ട് പറ. പൊക്കി പറഞ്ഞു. 15 രൂപ റോഡ് സൈഡിൽ ഞങ്ങൾ നീലന് വേണ്ടിയിട്ട് ഓണക്കോടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ എടുത്തത്. അധികം ആർഭാടമൊന്നും ആക്കാൻ പോയില്ല, ബിക്കോസ് അതാണല്ലോ ഇപ്പോൾ വേണ്ടത്. അവൻ കുഞ്ഞല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഒരു സിമ്പിൾ ഒരു ഉടുപ്പാണ് എടുത്തത് അവന്. അതിൻ്റെ ഇടയ്ക്ക് വിദ്യയൊക്കെ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വന്നു കേട്ടോ. പിന്നെ നമ്മൾ ആ സമയം കൊണ്ട് ഞാനും കുട്ടിമാമയും കൂടെ നമ്മൾ പൂക്കളൊക്കെ ഇട്ടു. അപ്പം സെറ്റായി. ഇനി ഫോട്ടോ സെക്ഷനും സദ്യ കഴിക്കലുമാണ് നമ്മുടെ മെയിൻ പരിപാടി. സദ്യ കഴിച്ചതിന് ശേഷം എല്ലാവർക്കും ഫോട്ടോ സെഷന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. പൂക്കളത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഇരുന്ന് ഫോട്ടോസ് എടുക്കൽ തന്നെയായിരുന്നു ജോലി. പിന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എനിക്കായതുകൊണ്ട് ഞാൻ അത് ഷട്ടപ്പെട്ടേന്നങ്ങ് തീർക്കായിരുന്നു. അതിനുശേഷം എല്ലാവർക്കും പോകാൻ ഭയങ്കര ധൃതിയായി, ബിക്കോസ് നെക്സ്റ്റ് ഡേ തന്നെ വർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ അവനവൻ്റെ വീട്ടിലെത്താനുള്ള കാര്യം നോക്കുമായിരുന്നു. ഇന്ന് ഈ വീഡിയോ എടുക്കുമ്പം എനിക്ക് 2 ബോണസ് കിട്ടി കേട്ടോ. ഒന്ന്, ഇപ്പം നിങ്ങൾ ഈ കാണുന്ന കാഴ്ചയാണ്. ഇറ്റ് വാസ് വെരി പീസ്ഫുൾ. ആ അമ്പലത്തിൻ്റെ ആംബിയൻസും അതേപോലെ ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരുന്നറിയോ. എൻ്റെ 2ാമത്തെ ബോണസാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അമ്മ കവിത എഴുതും, പാട്ടും പാടും കേട്ടോ. പെട്ടെന്ന് പാടാൻ തോന്നിയപ്പോൾ പാടിയൊരു പാട്ടാണത്. എന്തായാലും അത് ഇവിടെ കിടക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ആട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഓണപ്പരിപാടി ഇവിടെ തീരുകയാണ്. അതേപോലെ എൻ്റെ വ്ളോഗും. അപ്പം അടുത്ത വ്ളോഗ് കാണുന്നിടം വരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബി ബ്ലെസ്ഡ്, ബൈ ബൈ.